ആ പോയി മേടിക്ക്. പോയി മേടിക്കടാ. ഇതെങ്ങനെയുണ്ട്? ഇത് മതി. ഓക്കെ. എന്താ എന്ത് പണ്ടാറത്? ഷൂസിന്റെ തിന്നുന്നത്? അയ്യേ, ഷൂസ് ഇട്ട് പാണിരാക്കോ? എവിടെ നോക്കിയോ നടക്കണത്? ആരോ വീഴ്ത്തിയതാ. സോറി, ഷൂ വാങ്ങിച്ചിട്ട്. എന്തെന്നാലത് എവിടെ വെക്ക? ചോറില് കല്ല് കണ്ടുണ്ട്. സോക്സിൽ ആദ്യാട്ടാ. തലയൊന്ന് മൊട്ടയടിച്ചപ്പോ കല്ലുമഴ പെയ്യുന്നു. എനിക്ക് തന്നിട്ട് പോവൂ. ഒന്നുമില്ല. ഓക്കെ സോറി. ആരുടെ മുമ്പിലും ഓക്കെ റോഡിൽ ഞൊണ്ടി കളിക്കാറ തണ്ടി. ഇനി ഒന്നും പറയരുത്, ഞാൻ മാറി. പ്ലീസ്. വലിയ കഷ്ടായി. ആറ്റുനോറ്റൊരു ഷൂ വാങ്ങിച്ചിട്ട് കൊതി തീർന്നില്ല. ഈ ഒരു ഷൂ കൊണ്ട് ആരടാ മൂമ്മയ്ക്ക് പിണ്ടം വെക്കാനാ? അച്ഛന്റെ മുഖത്ത് ഷൂസ് ഇടാണ്ട് എങ്ങനെ നോക്കും? എന്താ താഴ്ന്നു പോവില്ലേ? തന്നിട്ട് പോകൂട്ടി. ഞാൻ വന്നോട്ടെ പ്ലീസ്. പോക്കത് നത്തിങ് ടു വറി. ഒരല്പ BP ഉള്ളത് ഒഴിച്ചാൽ ഒരു കുഴപ്പമില്ല. ടെൻഷൻ ഒന്ന് കുറച്ചാൽ മതി. കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി ടെൻഷൻ കുറയ്ക്കാനോ? അമ്മയ്ക്കും മോക്കും ഇപ്പൊ സമാധാനമായല്ലോ. അച്ഛനൊന്നുമില്ല മോളെ. എനിക്കൊരു ചെറിയ പനി വന്നാൽ പോലും ഇവൾക്ക് പേടിയാ മരിച്ചു പോകും. സമയമായിട്ടുണ്ടേ മരിക്കും അല്ലേ ഡോക്ടറെ? हेलो, दिल्ली से रतन भाई। आप लोगों के जरिए रवि मेनन की मौत की खबर सुनने के लिए बाबा इंतजार कर रहे हैं। श्योर, आज हमारे काम करने का अच्छा मौका है। गुड। जी हाँ, we are going to set the bomb. It will blast at the right time. जी। സാറേ ഫോൺ. ദൈവമേ, ആ ഉണ്ടവാസം എന്നെ വിളിക്കാന്ന് പറഞ്ഞതാ. ഞാൻ ഇവിടുത്തെ നമ്പറാ കൊടുത്തത്. ഈ പോലീസുകാർക്ക് ഉത്തരവാദിത്തമില്ലെന്ന് വെച്ചാ ഈ അയ്യൊന്ന് വിളിച്ചേ. ഞാൻ അതൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലേ. സമയമില്ലാത്ത സമയാ. വേഗം ആയിക്കോട്ടെ. എന്തായത് അസലായിട്ടോ. ഇത്രയും നന്നായി ചേരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഞാനൊരു വലിയ സംഭവം അല്ലേ? പിന്നെ വേറെ ആരും ഇല്ലെങ്കിൽ
ചേട്ടാ ഒരു മിനിറ്റ് കണ്ണട തരും. എനിക്ക് കണ്ണ് കണ്ടുവിടറോ. പിന്നെ എന്തിനാ ഇത് വെച്ചേക്കണേ? എന്നെ കണ്ണടാ കണ്ണട. ഈശ്വരനാണ് ഈ സമയത്ത് ഇവനെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചേ. എക്സ്ക്യൂസ് മീ മാഡം. Check my walk and the talk, got me close to you. Got the shades and the cap with my uniform too. Cause I am the man, you have seen me before. Got a lot of shit that's coming more and more. Check it out. Don't worry, be happy. I'm Inspector Sagadevan from Police Department. Count 1, 2, 3. Count, I say. 1, 2, 3. Shortcut. റാസ്കൽ, ഒരു പാവം പെൺകുട്ടിയുടെ ബാഗേ കണ്ടുള്ളൂ തട്ടിപ്പറിക്കാൻ. സൗദേവാ, നീ ശരിക്കും ചെയ്യാ? അടികൊണ്ടിട്ട് നിനക്ക് മനസ്സിലായില്ലേ? ഇൻസ്പെക്ടർ സഹദേവൻ ഫ്രം പോലീസ് ഡിപ്പാർട്ട്മെന്റ്. ഇനിയെങ്കിലും ഇതൊക്കെ സൂക്ഷിക്കണം. ഞാൻ ഒരാളേ ഉള്ളൂ, എല്ലായിടത്തും സമയത്തെത്താൻ എപ്പോഴും എനിക്ക് കഴിഞ്ഞൊന്നും വരില്ല. സോ ബി കെയർഫുൾ. പ്രിയ പബ്ലിക്, ഇവരെ പോലുള്ള പബ്ലിക് ന്യൂസൻസുകളെ ഓൺ ദ സ്പോട്ടിൽ വെടിവെച്ച് കൊന്ന് ഇവന്റെ ഒക്കെ തല തെരുവ് നായ്ക്കൾക്ക് ഇട്ടുകൊടുക്കണം. അത്രയും വേണോ സാർ? വേണം. സാറേ, ഇവൻ കൊള്ളനാ? അല്ല, കള്ളൻ. ഇവൻ കള്ളനാണെന്ന് എനിക്കറിയാം. സാർ ഏത് സ്റ്റേഷനിലെയാ? മൂലമുടി സ്റ്റേഷനിലെയാണോ? അങ്ങനെ ഇന്ന സ്റ്റേഷനൊന്നും ഇല്ല. എവിടെ തെറ്റിയാ വേഷം? ഞാൻ പറ്റില്ല. ചൈന ഭാഷ പറയുന്നോടാ. ടൈലറിന്റെ അടുത്തുനിന്ന്. അമ്മടെ പുളുസോ അപ്പൊ ഒറിജിനൽ അല്ലല്ലേ? എന്റെ പൊന്ന് സാറേ, ഞങ്ങൾക്ക് രണ്ടുപേർക്കും മാപ്പ് തരണം. ഒരിക്കലും ഞാൻ ഇവന് ഒത്തു കളിക്കില്ല. ഒത്തുകളിയാ? പറയടോ. അതെ, ഞാൻ പബ്ലിക്കിന്റെ മുതല് കണ്ടു. ഇവൻ പബ്ലിക്കായി തന്നെ പോകും. ഒടുവിൽ പബ്ലിക്കിന്റെ കണ്ടി പൊടിയിട്ട് ഞങ്ങൾ മുങ്ങും. പറയടോ. സാർ, ഇവൻ പറയുന്നതെല്ലാം നുണയാണ്. ഞാൻ വിശ്വസിച്ചു. അപ്പോഴേ രണ്ടിനെയും പൊക്കി അകത്തുള്ള. എനിക്ക് നമ്മുടെ പഴയ കുട്ടിക്കാലം ഓർമ്മ വന്നടാ. അന്ന് മണ്ണപ്പം ചുട്ട് കളിക്കുമ്പോഴും കള്ളനും പോലീസും കളിക്കുമ്പോഴും നമ്മൾ ഇതുപോലെ ഒന്നായിരുന്നു. അയൽക്കാരായിരുന്നിട്ടും എത്ര നീണ്ട ഗ്യാപ്പിന് ശേഷം നമ്മളിങ്ങനെ ഒരേ മുറി കൂടുന്നത്. ഇനിയിപ്പോ ഇത്രയും കമ്പനിയായ സ്ഥിതിക്ക്. കമ്പനിയായ? ആര് കമ്പനിയായി? പടർന്ന ഇതിന്റെ അകത്തായപ്പോ ഇല്ലെങ്കിൽ ഞാൻ നിന്നെ ഇറക്കി വിട്ടേനെ. നമ്മുടെ പുളിസോ അതൊക്കെ എസ് ഐ ആയിട്ട് പോരെ? എസ് ഐ ആവൂടാ. ഒരു ദിവസം എസ് ഐ ആയിട്ടോണം നിന്റെ ഒക്കെ ലവാങ്ക. ചുമ്മാരുടെ. അതെ, എന്നെ ഇറക്കി വിടണ്ടോ? എനിക്കിന്ന് ടെസ്റ്റ് ഉള്ളതാ. നീ ആര്? സച്ചിൻ ടെണ്ടുൽക്കറോ ടെസ്റ്റിന് പോവാൻ? ഇത് പോലീസിലേക്കുള്ള ടെസ്റ്റാ. മിണ്ടരുത്. എനിക്കൊന്നും അവിടെ തന്നെയാണ് ഡ്യൂട്ടി. നിങ്ങളുടെ കേസ് ഒന്ന് ചാർജ് ചെയ്തിട്ട് വേണം എനിക്ക് അങ്ങോട്ട് പോവാൻ. കേസ് ചാർജ് ചെയ്യാനോ? അതെ. നമുക്ക് സെൻട്രൽ ജയിലിൽ ഇതുപോലെ ഒരേ മുറി തന്നെ കിട്ടിയാൽ മതിയായിരുന്നു. പോടാ പട്ടി. അതെ, ഞാൻ നാളെ സിഇഒ ഡിവൈഎസ്പിക്കാവും. ആയിക്കോ. ഇപ്പൊ എന്നോട് സഹകരിച്ചില്ലെങ്കിലേ അന്ന് ഞാൻ നിങ്ങൾ അട്ടപ്പാടിയിലേക്ക് സ്ഥലം മാറ്റും. സഹദേവാ, നീ എന്നെ സ്ഥലം മാറ്റരുത്. മാറ്റും. മാറ്റരുത്. മാറ്റും. ഉറപ്പാണോ? ഉറപ്പ്. നീ ഇന്ന് ഫിസിക്കൽ ടെസ്റ്റിന് പോയാലല്ലേ ഒരു എസ് ഐ എങ്കിലും ആകൂ. അതെ. നിന്നെ ഇന്ന് ടെസ്റ്റിന് വിടുന്ന പ്രശ്നമില്ല. അളി 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 അളി. അതെ, നീ എസ് ഐ ആയിട്ട് എന്ത് കിട്ടാനാ? നീ എന്റെ കൂടെ കൂട്, നല്ല പറാത്ത ഉണ്ടാക്കാം. പോടാ അളിയാ. പോടാ അളിയാന്നോ? അതെ, പോടാളിയാന്ന്. സാറേന്ന് വിളിയടാ. ഏത് തെണ്ടിയ വരെ സാറേന്ന് വിളിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലാണ് ഞാനിപ്പോ. ഇത് എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. സംശയം ഉണ്ടോ? നിന്നെ ഇന്ന് തുറന്നു വിടുന്ന പ്രശ്നമില്ല. അതെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇനി എനിക്ക് മേലും കീഴും നോക്കാനില്ല. ഇന്ന് എനിക്ക് ഫിസിക്കൽ ടെസ്റ്റിന് എത്താൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങളെ കൊല്ലും, മൃഗീയമായിട്ട് കൊല്ലും. എന്നിട്ട് ആ പേട്ടത്തല വെട്ടി ഈ മേശപ്പുറത്ത് വെച്ചിട്ട് ഞാൻ അപ്പുറത്തെ സ്റ്റേഷനിൽ പോയി കീഴടക്കും. അവനെ തുറന്നു വിടും. അവൻ കൊല്ലൂന്ന് പറഞ്ഞപ്പോ സാറിന് വരണ്ടല്ലേ? തലയുടെ വരെ തനിക്കറിയില്ല. അത് പോയാ പിന്നെ ഞാൻ ഇതിലൂടെ വെള്ളം അടിക്കും. ടെസ്റ്റിന് ജസ്റ്റ് 10 മിനിറ്റേ ഉള്ളൂ. ഇനി പോയാലും അവന് എത്താൻ സാധിക്കും. തുറന്നു വിട്. നിന്റെ കാര്യം ഇവിടെ തെളിയാതെ നടക്കുന്ന പെറ്റി കേസല്ല, അവന്റെ തലയെ കെട്ടിവെച്ച് കോടതി ഹാജരാക്ക്. പെറ്റി കേസന അത് 2 മാസം. ഞാൻ വിചാരിച്ചു 41 ആയിരിക്കുന്നു. അതെ, എവിടെയെങ്കിലും വെച്ച് കണ്ടോന്ന് ചിരിക്കണേ. പോടാ. ഓടിക്കോ.
യൂണിഫോമോ? നീ എന്നെ വായി നോക്കി വേണേ വിളിച്ചോ, ഞാനും കാണോ. ഞാനൊരു മനുഷ്യജീവിയിൽ എനിക്കൊരു വികാരങ്ങള്. നീ വായി നോക്കി നിൽക്കുന്ന ഞാൻ നമ്മുടെ അച്ഛൻ്റെ അടുത്ത് പറയും. പട്ടിയായിട്ടാ മോന്റെ കളി പേളോ. ഇത് തന്നെയാ ഞാൻ എന്റെ മോളോടും പറയാറുള്ളത്. ഹലോ, ഹായ്. ഞാനൊരു കള്ളനാണെന്നാണ് കുട്ടി തെറ്റിദ്ധരിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയാം. യഥാർത്ഥത്തിൽ ഞാൻ പോലീസിലാണ്. കുട്ടി എന്ന് കണ്ടത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന്റെ വക ഒരു തെരുവ് നാടകമാണ്. ഒരു കള്ളനെ എങ്ങനെ ശാസ്ത്രീയമായിട്ട് പിടിക്കാം. കണ്ടില്ലേ, അത് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു കഥാപാത്ര. എന്നെ സല്യൂട്ട് ചെയ്താ എന്റെ അസിസ്റ്റന്റാ. क्या हुआ मीना बेटी? कुछ नहीं दादाजी, ये आलतू फालतू कुछ बोल रहा है, मुझे मालूम नहीं पड़ रहा। ഹിന്ദിക്കാരിയാണല്ലേ. നമുക്ക് വശമില്ലാത്ത ഭാഷയായി പോയല്ലോ. വെറുതെ കുറെ മലയാളം വേസ്റ്റായി. എന്തായാലും പേര് കൊള്ളാം, മീന ബേട്ടി. ബേട്ടി അച്ഛനായിരിക്കുമോ? तुम मेरे सामने से हटो। मेरे सामने से हटो। സാമാൻസ് കട്ടോന്നോ? ഇല്ല, ഞാൻ കട്ടിട്ടില്ല. मेरे सामने से हटो। അയ്യേ, ഞാൻ അത്രക്കാരനല്ല കുട്ടി. എടി, നിനക്ക് മലയാളം അറിയാലോ, പിന്നെ എന്തിനാ അയാളോട് ഹിന്ദി സംസാരിക്കണേ? അയാളുടെ അടുത്തൊക്കെ മലയാളത്തിൽ സംസാരിച്ചാലേ പിന്നെ നമ്മുടെ പുറകേന്ന് മാറില്ല. എന്താടാ? നീ എവിടേക്ക് എന്നെ കൊണ്ട് പോണേ? 7B ഇവന്റെ ആരാ? कौन है? पता नहीं कौन है, देखो ना. ഹായ്. ഹോ, ഹാ, ഇതാണല്ലോ ഫ്ലാറ്റ് ആണല്ലോ. ഹോ, ഹേ, ഹാ. क्या चाहिए? ചായ. ഓ, എന്നാത്തിനാ? അത് ശരി, നീ പെൺപെട്ടി കാണാൻ വിളിച്ചാണല്ലേ? तुझे क्या चाहिए? ലുക്ക് മീന ബേട്ടി, എന്റെ കുത്ത കുട്ടിയുടെ കുത്ത തമ്മിൽ കാണാൻ കാണാൻ എന്റെ കുത്തയ്ക്ക് ആക്രാന്ത് ആക്രാന്ത്. ഇവന് കല്യാൺജി ആരഞ്ജി. तू मेरी जूली को शादी करवाना चाहता है? ഹോ, അത് മനസ്സിലായി. നിന്റെ കാര്യം ഓക്കെ. ഇനി എന്റെ കാര്യം ഞാൻ എങ്ങനെ ഇപ്പം പറഞ്ഞ് മനസ്സിലാക്കണേ? യു നോ ഇംഗ്ലീഷ്? I don't know English. ഇതൊക്കെ പഠിക്കണ്ടേ? ലുക്ക് കുട്ടി, ദിസ് പട്ടി ആൻഡ് ദാറ്റ് പട്ടി വെരി മാച്ച്. ആൻഡ് ദിസ് പട്ടി, അയ്യോ ഞാൻ പറ്റില്ലാട്ടാ. ദിസ് കുട്ടി ആൻഡ് യു കുട്ടി, യു കുട്ടി वेरी वेरी मैच. अरे मेरे साथ ज्यादा खेल मत, तेरी बीमारी मैं बिल्कुल समझ गई. निकल जा यहाँ से. അങ്ങനെ പെട്ടെന്ന് അതും ഇതൊക്കെ പറഞ്ഞു. निकल जा. എന്താടാ അച്ഛാ? Hands up.
മര്യാദയ്ക്ക് കീഴടങ്ങിയില്ലെങ്കിൽ പൊട്ടിക്കും ഞാൻ. ഒലക്കപ്പൊട്ടി എന്താ സംഭവിക്കാന്നറിയോ? Turn. നിങ്ങളാ? നിങ്ങൾ എന്താ 12 ഇവിടുത്തെ താമസക്കാര് മാറി. നീ എന്താ ഇവിടെ? അല്ല, കുറച്ച് നാളുമ്പോ കുറച്ച് സമയം ഞാൻ ഇവിടെ താമസിച്ചിരുന്നേ. അപ്പൊ കുറച്ച് സാധനങ്ങൾ എല്ലാം കൂടി ഞാൻ പാക്ക് ചെയ്ത് വെച്ചിരുന്നു. എടുക്കാൻ മറന്നുപോയി. കൂടെ എന്നെ സ്വന്തം ടൂൾസും അതെടുത്തിട്ട് ഞാൻ അങ്ങോട്ട് പൊക്കോളാം. ഓഹോ, മോഷണാണല്ലേ? വിക്രമേട്ട 100 വിളിക്കേ. ആ 100 ക്യാഷ് ആയിട്ട് തന്നാ മതി. പൈസക്ക് തിട്ടായിട്ടാ. ജയിലിൽ നിന്ന് വന്നാണേ. നീ ജയിലിയാടിയോ? ആ, അവിടെ ഭയങ്കര കൊതുകിന്റെ ശല്യമൊന്നേ. പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ ഫുഡും മോശം. ഒരുമാതിരി കുറ്റവാളികളോട് പെരുമാറുന്ന പോലെ ഒരു പെരുമാറ്റോ. ജയിലിൽ നിന്റെ അമ്മായിച്ചന്റെ വീടാണടാ. ഇതെന്ത് കരച്ചിലാടാ? ഞാനല്ല കോളിമ്പല്ലി അറിഞ്ഞതാ. അതിന് നീ ചിരിക്കണ. ഇപ്പൊ കഴിഞ്ഞ ഞാനാ. തുറന്നോട്. സസ്പെൻഷനിലാണല്ലോ. അളിയനെന്താ ഈ പാതിരാത്രിയില്? നിന്റെ അളിയൻ എന്താ എവിടെ കാര്യം? ഉടനെ പട്ടിയുമായിട്ട് വരണം. ഒരുത്തൻ ജയിലിൽ ചാടി, അവനെ മണത്ത് പിടിക്കാനാ. ഞങ്ങൾ വരണോ? ഒരു പട്ടി മതി. എങ്കിൽ ചേട്ടൻ പോയാ മതി. കൊച്ചുണ്ണിയല്ലേ ജയിൽ ചാടിയത്? അത് നിനക്കെങ്ങനെ അറിയാം? അവൻ ഇപ്പൊ എവിടെയുണ്ടെന്ന് വരെ ഞങ്ങൾക്കറിയാം. പറ 6 മാസത്തെ ശിക്ഷ തീരാൻ ഒരു ദിവസം ഉള്ളപ്പോഴാ തെണ്ടി ജയിലിൽ ചാടിയത്. ചാതിയൻ, ഉണ്ട ചോർന്ന് നന്ദിയില്ലാത്തവൻ, ആക്രാന്ത ഷേണായി. അല്ല, അതെനിക്കിപ്പോ ഗുണകരമായി. അവനെ തപ്പിപ്പിടിച്ചു കൊടുത്താൽ ഇപ്പൊ ഒരിക്കലും പ്രമോഷൻ ഉറപ്പാണോ? എങ്കിൽ ഞാൻ പറയില്ല. അളിയൻ അങ്ങനെ പ്രമോഷൻ കിട്ടണ്ട. അപ്പൊ പട്ടി ഈ പട്ടിയുടെ പണി കള്ളനെ പിടിക്കലല്ല, ബോംബ് പിടിക്കല. ആഹാ, നിങ്ങളുടെ ആരുടെ സഹായമില്ലാതെ ഞാൻ അവനെ പിടിക്കും. എന്നാ പോയി പിടിക്കേ. നിങ്ങളുടെ മൂക്കിന്റെ തുമ്പത്തുണ്ടവൻ. പിടിക്കുവടാ, പിടിക്കും. ഈ പീതാംബരന തൊരപ്പനെ പിടിക്കും. പിടിച്ചവന്റെ കൂമ്പിലിട്ട് ഇടിക്കും. എന്താ പേര്? അബദ്ധം പറ്റിയതല്ല, അബദ്ധം പറ്റിയതാണ്. എന്ത് പറഞ്ഞാലും അടിയോ? എന്ത് അടിമാലി ഫാമിലിയോ? സൗദേവാ, നീ എന്നെ കൈവിടരുത്. വിട്ടാ പിടിച്ചേ, ഞാനിവിടെ നിന്നോളാം. എനിക്കൊന്നും വേണ്ട. ഇവനെ നിർത്തല്ലേ? നീ പട്ടിയുടെ എല്ലാ കാര്യവും നോക്കണം. രാവിലെ പട്ടിയെ കൊണ്ടുപോയി പല്ല് കേൾപ്പിക്കണം, അപ്പിടിപ്പിക്കണം, കുളിപ്പിക്കണം. അപ്പിട്ടില്ലെങ്കിൽ കുളിപ്പിക്കണ്ടല്ലോ. പറഞ്ഞത് കേട്ടാ മതി. പറഞ്ഞ കേൾക്കുന്നുണ്ടെങ്കിൽ പട്ടിക്കനെ ചെയ്തൂടല്ലോ. ഇവിടെ പോലീസ് വരുന്ന സ്ഥലമല്ലേ? എന്നെ ഇങ്ങനെ കണ്ടാൽ അവര് പൊക്കൂലേ? ഇങ്ങനെ കണ്ടാ പൊക്കും. പക്ഷെ വഴിയുണ്ട്. എന്താണ്? ചായ മാറ്റാം. എങ്ങനെ? കാണിച്ചു തരാം. ഞാനെണ്ണില്ല. ഇന്നലെ റെയിൽവേ സ്റ്റേഷനാണോ ഈശ്വര ഞാൻ കടന്നത്? ആരാ? നിങ്ങൾ ഇന്നലെ ചായ മാറ്റി കാപ്പിനിയാക്കില്ലേ? ആ ആളാ കാപ്പിയായി. ആഹാ, ആള് മിടുക്കനായാലോ. ഇപ്പൊ പോലീസ് പോലും കണ്ടാ തിരിച്ചറിയില്ലോ. പോലീസാ? അണ്ണാടി നോക്കി ഞാൻ തന്നെ എന്നോട് ചോദിച്ചു ഞാൻ ആരാണെന്ന്. എനിക്ക് മനസ്സിലായില്ല. ആഹാ, 2 പല്ലൂടി എടുത്താലോ? അതിനേക്കാൾ നല്ലത് എന്റെ ശവം എടുക്കണതല്ലേ? താനാരാ? മുഹമ്മദ് റാഫിയോ? അത് ചങ്ങമ്പുഴയുടെ രമണനോ? കുറെ ഹിന്ദി പടങ്ങളുടെ പേര് ഓർഡറിലാക്കി പാട്ടുപാടി നടക്കാൻ നാണല്ലേ തനിക്ക്? തന്നെ പോലുള്ള അലവലാദികളോട് നടന്നെന്ന് പറഞ്ഞ് എന്നെ ജോലിന്ന് പിരിച്ചുവിട്ടു. താൻ എന്താ വായും പൊളിച്ച് നിക്കണേ? നമ്മളിൽ ആരാ ഇപ്പൊ മലയാളം പറയണേ? ഞാൻ ഇത്രയും നേരം സംസാരിച്ചിരുന്ന എനിക്ക് മനസ്സിലായില്ല. താൻ എന്താ പൊട്ടം കളിക്കാ? മലയാളം തനിക്ക് എന്താ ചെവി കേട്ടൂടെ? നിനക്ക് മലയാളം അറിയല്ലേ? അത് ശരി. നിനക്ക് ചെങ്ങമ്പുഴ അറിയല്ലേ? രമണൻ അറിയല്ലേ? അലവലാതി എന്ന് പറഞ്ഞ വാക്കും അറിയാലേ? എന്നിട്ടാണോടി നീ എന്നെ ഇങ്ങോട്ട് കറക്കിയത്? എടി, നിനക്കറിയോ, എന്റെ ജീവിതത്തിൽ ഞാൻ ഇന്നേ വരെ ഒരു ഹിന്ദി സിനിമയ്ക്ക് പോലും പോയിട്ടില്ല. ഞാൻ 1950 മുതലുള്ള ഹിന്ദി പടങ്ങളുടെ പേര് ഒറ്റരിപ്പിന് കാണാപ്പണം പഠിച്ച നിന്റെ പുറകെ പാട്ടും പാടിയാർന്നത്. ഈ പഠിത്തം ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഹിന്ദി മുൻഷിയനടി. ഹിന്ദി മുൻഷി. മുൻഷി വാർത്തക്കുമ്പല്ലേ? ഒന്ന് പോടാ. ഏയ്, ചിരിക്കരുത്. നിന്നെ ഞാൻ വെറുതെ വിടില്ലടി നോർത്ത് ഇന്ത്യ. ഇതിന് പ്രായശ്ചിത്തായിട്ട് നിന്നെ ഞാൻ സ്നേഹിച്ച് എന്റെ കാമുകിയാക്കി, പിന്നെ കല്യാണം കഴിച്ച് എന്റെ ഭാര്യയാക്കി, എന്റെ കുട്ടികളുടെ അമ്മയാക്കി, അവരുടെ മുത്തശ്ശിയാക്കി, മുതുമുത്തശ്ശിയാക്കി, നിന്റെ വായിലെ പല്ലുപുഴ പണ്ടോറടക്കി. നീ ഡാക്കിനെ അമ്മൂമ്മ പോലെ കുറച്ച് വെള്ളം എടുത്ത് തരുമോ എന്ന് നിന്നെ കൊണ്ട് പറയിപ്പിച്ചിട്ട് ഞാൻ അടങ്ങുള്ളൂ. നീ നോക്കിക്കോ. ഞാനിതുപോലെ അങ്ങോട്ട് വരട്ടെ, എന്നിട്ട് ഇങ്ങോട്ട് പോരട്ടെ? അങ്ങോട്ട് വരും, ഇങ്ങോട്ട് വരും, അങ്ങോട്ട് വരും, ഇങ്ങോട്ട് വരും, അങ്ങോട്ട് വരും, ഇങ്ങോട്ട് വരും. ഹൈ 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 ഹൈ. സോറി,
അല്ലടാ, അയ്യോ, ദേ. ചേട്ടാ, sorry, അടിക്കുന്നു. ചേട്ടാ, ഞാൻ പഴനിക്ക് ഒരു വഴിപാട് നടത്തേ. ഇടിക്കുന്നു.